ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം ഇല്ലാതെയായിട്ടുണ്ട്. 5 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന മാസ്കുകളോട് കൂടിയ ഒരു ടെംപ്ലേറ്റ് ആണിത്. എഡിറ്റിംഗിന്റെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ ഫുൾ മോഡിലാക്കി വെക്കാം. ആദ്യത്തെ മാസ്കിനുള്ളിൽ വരേണ്ടതായ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള മാസ്കുകളിലേക്ക് വേണ്ട ഇമേജുകളും ഒന്നൊന്നായി ഓപ്പൺ ചെയ്ത് വെക്കുക. ആവശ്യമെങ്കിൽ ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്ത് മാസ്കിന് വെളിയിലായി വരുന്ന ഇമേജിന്റെ ഭാഗങ്ങൾ ഈ രീതിയിൽ ക്രോപ്പ് ചെയ്ത് കളയേണ്ടതാണ്. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ വരേണ്ടതായ ഒരു ഫുൾ സൈസ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഒറിജിനൽ ഇമേജിന് താഴെയായി ഒരു റിഫ്ലക്ഷൻ എഫക്റ്റ് ലഭിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട ലെവലിലേക്ക് താഴ്ത്തി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കാലണ്ടർ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സിംഗിൾ ലവ് ഹാർട്ട് ഇമോജി ഓപ്പൺ ചെയ്യുക. ഈ ഇമോജി നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെയർ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോഡ്സ് അല്ലെങ്കിൽ നെയിം എൻ്റർ ചെയ്യുക. കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് വേണ്ട കളർ സെലക്ട് ചെയ്യുക. ഈ ലെയർ ഹാപ്പി ബർത്ത്ഡേ ഇമേജ് ലെയറിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഇമോജികൾ സെലക്ട് ചെയ്യുക. ഈ ഇമോജി ലെയർ നിങ്ങൾക്ക് വേണ്ട ഭാഗത്തായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും കർസർ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്കുള്ള പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ പോയിന്റിന് റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ ലെയറുകളുടെയും ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയുക. അതായത് ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ അല്ലെങ്കിൽ എൻഡിങ് ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.